പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് പോലീസ്. പക്ഷേ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പോലീസ് ഇതാ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്തെ ചികിത്സാ പിഴവ് പരാതികളുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗുരുതര ചികിത്സാ പിഴവ് പരാതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇതാ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം വലിയ നാടകീയ സംഭവങ്ങൾക്കാണ് വഴിവെച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടതാണ്. അതൊരു രാഷ്ട്രീയ വിവാദത്തിന് കൂടി ഇതിനോടകം വഴിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോഴും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചത് ദൃശ്യങ്ങളിൽ കണ്ടു. എന്താണ് പോലീസിൻ്റെ സമീപനം എന്നറിയില്ല. സംയമനം പോലീസ് ഈ ഘട്ടത്തിൽ പാലിക്കുന്നുണ്ട്. വലിയ സംഘർഷാവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോവില്ല എന്ന് കരുതാം. സുനിഷ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുനിഷ, വലിയ പ്രതിഷേധം ഇപ്പോഴിതാ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട് പോലീസ്. എന്താണ് സംഭവിക്കുന്നത് സുനിഷ? റീജിത്ത്, ഇതാ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചു കിടക്കാനുള്ള ശ്രമം, ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു അല്പസമയം മുമ്പ് വരെ കണ്ടത്. പിന്നാലെ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. മന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സമരം. നേരത്തെ രാവിലെ ഇന്ന് ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് റീത്തടക്കം വെച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് മഹിളാ കോൺഗ്രസ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യത്തിലേക്ക് കടന്നത്. മന്ത്രി രാജിവെക്കുക, മന്ത്രി മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളൊരു സമരമാണ് നടക്കുന്നത്. ഈ നിരവധി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എത്തി ബാരിക്കേഡ് മറിച്ചു കിടക്കാനുള്ള ശ്രമം നടന്നു. ഈ ഓഫീസിന് തൊട്ടു മുന്നിൽ തന്നെ ഈ പോലീസ് ബാരിക്കേഡ് വെച്ച് ഇവിടെ പ്രതിരോധം തീർത്തിരുന്നു. പിന്നാലെ തന്നെ ബാരിക്കേഡ് മറിച്ചു കിടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഇതാ പോലീസിനെതിരെ ഗോ ബാക്ക് പോലീസ് മുദ്രാവാക്യവുമായി വീണ്ടും പ്രതിഷേധം വിളിക്കുന്ന പ്രവർത്തകരെയാണ് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഈ ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഇനി വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ്. വിവിധയിടങ്ങളിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും മന്ത്രിയുടെ ഓഫീസിലേക്കും അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ചടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരിക്കും ഇനി ഉണ്ടാവുക എന്നതാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായി മറ്റന്നാൾ മുതൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാ വീണ്ടും ഇപ്പോൾ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. മൂന്നാം തവണയാണ് ഇപ്പോൾ ഇത് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഇപ്പോൾ നിരവധി പ്രവർത്തകർ ഏതായാലും ഇവിടെ എത്തിക്കുന്നത്. സുനിഷയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇതാ പ്രവർത്തകർക്ക് നേരെ വീണ്ടും പോലീസിന്റെ ജലപീരങ്കി ഉണ്ടാവുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയ പ്രതിഷേധങ്ങളിലേക്ക്, പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഒക്കെ. ജബി വേത്തറിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. നേരത്തെ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറുന്നതും ഒരു മിന്നൽ പ്രതിഷേധം ഉണ്ടാവുന്നതും പിന്നീട് വാതിലിൽ റീത്ത് വെച്ചുള്ള പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടി ഉണ്ടാവുന്നു. 2 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾ വെച്ച് പ്രവർത്തകരെ തടയുന്നു. മനീഷ് മഹിബാൽ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, വിവരങ്ങൾ മനീഷ്. റിജിത്ത്, ഇപ്പോൾ 3-ാം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഓഫീസിലേക്കാണ്, നിലവിൽ അനക്സ് 2-ലേക്കാണ് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. നേരത്തെ തന്നെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് 3 തവണ നിലവിൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ജബി മേത്ര അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴിതാ ഇവിടെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ ഒരു മിന്നൽ മാർച്ച് അല്ലെങ്കിൽ മിന്നൽ പ്രതിഷേധം നടത്തിയിരുന്നു. പോലീസിന് പോലും അപ്രതീക്ഷിതമായ ആ പ്രതിഷേധം നേരത്തെ തന്നെ കാലെ കൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചില്ല. പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായി 25 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട്. ഇപ്പോഴിതാ ആരോഗ്യമന്ത്രി ഈ പ്രതിഷേധത്തിന് എതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ആരോഗ്യ മേഖല, പൊതു ആരോഗ്യ മേഖലയെ തന്നെ അത് മോശമായി കാണിക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ്. അത് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസിന്റെ നെഞ്ചത്തായിരിക്കും റീത്ത് വെക്കുക അടക്കമുള്ള
പ്രതിരോധമായിട്ടുള്ള പ്രതികരണങ്ങൾ നിലവിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോഴിതാ തലസ്ഥാനത്ത് വീണ്ടും കോൺഗ്രസ്, അങ്ങനെ മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കം കോൺഗ്രസ് ആരോഗ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുമാണ് മുദ്രാവാക്യം മുഴക്കുന്നത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും രാജിവെക്കണം. ആലപ്പുഴ വണ്ടാനം ആശുപത്രിയിലെ ശസ്ത്രക്രിയ പിഴവ് ഉണ്ടായത് സർക്കാരിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഗുരുതരമായ അനാസ്ഥയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇങ്ങനെ തലസ്ഥാനത്തടക്കം പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും അങ്ങനെ പ്രതിഷേധം കനപ്പിക്കുന്നു. വരും ദിവസങ്ങളിലും നൽകുന്നത് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞുപോയിട്ടില്ല. ജെബി മേത്തറിന്റെയും ദീപ്തി മേരി വർഗീസിന്റെയും നേതൃത്വത്തിലാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാവുന്നത്. വണ്ടാനത്തെ ചികിത്സാ പിഴവ്, ഏറ്റവും ഒടുവിലായി ഉയർന്നു വന്ന ചില ചികിത്സാ പിഴവ് പരാതികൾ, ഇതൊക്കെ ധാർമ്മികമായ ആ സ്ഥാനത്ത് തുടരാൻ ആരോഗ്യമന്ത്രിക്ക് യോഗ്യതയില്ല, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന വിമർശനവും മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാവുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.